ഓക്കെ. സോ ഞാൻ പറഞ്ഞു പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്, പാർട്ട് സി ഉണ്ട്. ഈ മൂന്ന് പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുക. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, റീസണിങ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പാർട്ട് എയിൽ ഉണ്ടാവുക. പാർട്ട് എയിൽ നിങ്ങൾക്ക് 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ പാർട്ട് ബിയിൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക പാർട്ട് ബിയിലും അതേപോലെ തന്നെ പാർട്ട് സിയിലും. പക്ഷെ കമ്പാരിറ്റീവ്ലി പാർട്ട് ബിയിൽ നമുക്ക് കുറച്ചുകൂടെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഈസി ടു മീഡിയം ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ ഉണ്ടാവുക. ദെൻ പാർട്ട് സിയിൽ കുറച്ച് അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് കുറച്ചുകൂടി ഹയർ ഓർഡർ തിങ്കിങ് വേണ്ട ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് സിയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഓരോ പാർട്ടിലും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്നറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ചില ആൾക്കാര് ഞാൻ പല സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, പാർട്ട് സി ആയിരിക്കും അവർ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ നമ്മൾ ക്ലാസ്സിൽ പറയുകയും ചെയ്യുന്നത് പാർട്ട് സി നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കാം. പാർട്ട് സി ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ പാർട്ട് ബി അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. സോ പാർട്ട് സിയിൽ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 25 ക്വസ്റ്റ്യൻസ്. ഇപ്പൊ 25 ക്വസ്റ്റ്യൻസിൽ ഇവിടെ പാർട്ട് സിയിൽ ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണ് ഉണ്ടാവുക. സോ 25 ഇൻറ്റു 4 ടോട്ടൽ നമുക്ക് പാർട്ട് സിയിൽ നിന്ന് 100 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ടോട്ടൽ എക്സാം എന്ന് പറയുന്നത് 200 മാർക്സിനാണ്, 200 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ പാർട്ട് സിയിലെ 25 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ 100 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പാർട്ട് സിയിൽ നിങ്ങൾക്ക് എന്താ പറയാ -1 ആണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. 1 മാർക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടും. സോ അവിടെ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവിടെ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ. പാർട്ട് ബിയിലും പാർട്ട് എയിലും വരുന്ന സമയത്ത് 0.5 ആണ് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. നമ്മൾ എക്സാമിനെ കുറിച്ച് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ IUPAC നോമൻക്ലേച്ചർ ആണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇതിനു മുമ്പ് ഡിഗ്രി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ +2 അത് കഴിഞ്ഞ് ഏത് കെമിസ്ട്രി എക്സാം എഴുതുന്ന സമയത്തും അവിടെ ചോദിക്കുന്ന കാര്യമാണ് IUPAC നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതിൽ എന്തായാലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ CSIR-നെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു 2013-14 ആ ഒരു സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് IUPAC നോമൻക്ലേച്ചർ കാണാം. അത് കഴിഞ്ഞ് കുറച്ചു കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ കോവിഡിന് ശേഷം 2020ക്ക് ശേഷം നടന്നിട്ടുള്ള എക്സാംസിലൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ എക്സാംസിലും അത്യാവശ്യം നല്ല വെയിറ്റേജിൽ IUPAC നോമൻക്ലേച്ചർ ചോദിക്കുന്നുണ്ട്. അപ്പൊ 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കൺഫേം ആയിട്ടും നമുക്ക് ചോദിക്കും. അതിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ തന്നിട്ട് IUPAC നെയിം എഴുതാൻ വേണ്ടിയിട്ട് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ലാതെ പിന്നെ സ്റ്റീരിയോ കെമിസ്ട്രി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ആ 2 ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ജൂൺ 2025 ലാസ്റ്റ് റീസെന്റ് നടന്ന എക്സാം അല്ല, അതിന് തൊട്ട് മുമ്പ് ജൂണിൽ നടന്നിട്ടുള്ള എക്സാം. ആ എക്സാമില് പാർട്ട് ബിയിൽ 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ. അതിനു മുമ്പ് ഫെബ്രുവരി 2025 നിങ്ങൾക്ക് അവിടെ ചോദ്യം 2 മാർക്കിന്റെ ചോദ്യമല്ല, 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ 1 ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനു മുമ്പുള്ള ഇയറിൽ 23-ൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ 23-ലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പാർട്ട് ബിയിൽ 5 ചോദ്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക
വളരെ എളുപ്പമുള്ള പോർഷൻ ആണ്, സ്കിപ്പ് ചെയ്യാം, നമുക്ക് എക്സാം ഹോളിൽ അവിടെ ഇരുന്ന് പിന്നെ ഓർത്തെടുത്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ക്ലാസ് നമ്മൾ എല്ലാ ക്ലാസ്സും പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് അതിൽ ഏത് രീതിയിലാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു ലെവലില് ഉള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക, അതിന്റെ തിയറി പോർഷൻസ് ഡിസ്കസ് ചെയ്യുക, ദെൻ മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോമൻക്ലേച്ചറിനെ പറ്റി പറയുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പലർക്കും കൺഫ്യൂഷൻ വരുന്നത് ഈ പ്രയോറിറ്റി എങ്ങനെ കൊടുക്കും, ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് അവിടെ പ്രയോറിറ്റി എങ്ങനെ കൊടുക്കും എന്നുള്ളതിലായിരിക്കും എല്ലാവർക്കും സംശയം വരിക. ബാക്കിയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതൊക്കെ ഇപ്പം വേർഡ് റൂട്ട്, നമ്പറിങ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടാവും, അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമ്മൾ നോമൻക്ലേച്ചർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു പ്രയോറിറ്റി ഓർഡർ ആണ്. ഇപ്പൊ പ്രയോറിറ്റി ഓർഡറിൽ ആദ്യം വരുന്നത് COH ഗ്രൂപ്പ് ആസിഡ്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കണേ. അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള ആൾക്കാർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ എസ്റ്റേഴ്സ് വരുന്നു, ദെൻ അസൈൽ ഗ്രൂപ്പ് വരുന്നു, COCl. ഓക്കെ, ദെൻ അമൈഡ് വരുന്നുണ്ട്, CONH2. അത് കഴിഞ്ഞിട്ടാണ് സയനൈഡ് ഗ്രൂപ്പ് വരുന്നത്, സയനോ. ദെൻ നമുക്ക് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. സോ ആൽഡിഹൈഡും കീറ്റോണും നിങ്ങളുടെ മോളിക്യൂളിൽ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആൽഡിഹൈഡിനാണ്. ഫസ്റ്റ് പ്രിഫറൻസ് വരിക ആൽഡിഹൈഡിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ആർക്ക് വരുന്നത്, കീറ്റോണിന് വരുന്നത്. ദെൻ ആൽക്കഹോൾ, ദെൻ തയോൾ, അമീൻ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി വരുന്നത്. ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ഡബിൾ ബോണ്ടും അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ഒരേ മോളിക്യൂളിൽ തന്നെ ചിലപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാവും. അപ്പം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കാണുകയാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനാണ്. ട്രിപ്പിൾ ബോണ്ടിന് സെക്കൻഡ് പ്രയോറിറ്റി ആണ് അവിടെ വരിക. ഓക്കെ, സോ ഡബിൾ ബോണ്ട് വന്നു, ട്രിപ്പിൾ ബോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ടാണ് സിംഗിൾ ബോണ്ട് വരുന്നത്. ഓക്കെ, ദെൻ ഈതർ ഗ്രൂപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് ഹാലജൻസിന് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു, ഹാലജൻസ് വന്നു. ദെൻ ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത് നൈട്രോജൻ. ഇതിന് പുറമേയും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരാറുണ്ട്, പക്ഷെ ഇതാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു പ്രയോറിറ്റി ഓർഡർ. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കാം. അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഇത് ഉപകാരപ്പെടും. ഈ ഒരു പ്രയോറിറ്റി ഓർഡറിലാണ് ഉണ്ടാവുക. ഇനി ഈ ഒരു ഓർഡർ ചില സമയത്ത് ഇങ്ങനെ പഠിച്ചു വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു കോഡ് ഉണ്ട്. ആ കോഡും കൂടെ ഞാൻ പറയാം. ഇതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. സാധാരണ നമ്മൾ കോഡൊക്കെ പഠിക്കുമ്പോൾ അതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മീനിങ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ഇത് ടഫായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഈ ഒരു സംഭവം, ഈ ഒരു ഓർഡർ അതേപോലെ തന്നെ ഓർത്ത് വെച്ചാലും മതിയാവും. സോ കോഡ് വരുന്നത് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു എസ്റ്റേഴ്സ്, അസൈൽ ആൻഡ് അമൈഡ് ആർ cyano groups of aldehydes and ketones. Cyano groups of aldehydes and ketones. ഇതാണ് ഒരു കോഡ് വരുന്നത്. അപ്പൊ ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ആസിഡ്, ഫസ്റ്റ് പ്രയോറിറ്റി ആസിഡിനാണ് വരിക. ദെൻ സെക്കൻഡ് ആർക്ക് വന്നു, എസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ അസൈൽ ആൻഡ് അമൈഡ്, ദെൻ സയനോ,
സയനോ വന്നു. ദെൻ ആൽഡിഹൈഡ്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് കോഡ് വരുന്നത്. അക്കോർഡിംഗ് ടു എസ്റ്റേഴ്സ്, അസൈൽ ആൻഡ് അമൈഡ് ആർ സയനോ ഗ്രൂപ്പ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അത് ജസ്റ്റ് അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. മീനിങ് ഒന്നും നോക്കരുത്, ഗ്രാമർ നോക്കരുത്, ജസ്റ്റ് ഒരു കോഡ് മാത്രമാണ്. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് ആൽക്കഹോൾ, thiol and amine. Alcohol, thiol and amine are double, triple and single ethers of halogens and nitroforms. Alcohol, thiol and amine are double, triple and single ethers of halogens and nitro compounds. ഇതും അതേപോലെ തന്നെ ആൽക്കഹോളിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ദെൻ thiol, amine, then double bond, triple bond, single bond, then ether, halogen and nitro. So ഈ രണ്ട് സെന്റൻസും നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അക്കോർഡിംഗ് ടു എസ്റ്റേഴ്സ്, acyl and amide are cyano groups of aldehydes and ketones. Then alcohol, thiol and amine are double, triple and single ethers of halogens and nitro compounds. Okay, ജസ്റ്റ് നമുക്ക് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, പ്രയോറിറ്റി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത്. ഇനി ചിലർക്ക് സംശയം വരുന്നത് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത്, നമ്മളിപ്പോ പേര് കൊടുക്കുന്ന സമയത്ത് ഒന്നിലധികം വരുന്ന സമയത്ത് നമ്മൾ ഡൈ, ട്രൈ, ടെട്ര എന്നൊക്കെ കൊടുക്കും. ടെട്ര, പെന്റ അങ്ങനെയൊക്കെ. സോ ഒന്നിലധികം മോളിക്യൂൾസ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഡൈ, ട്രൈ, ടെട്ര ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണല്ലോ പേര് എഴുതുന്നത് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന സമയത്ത്. അപ്പോൾ ഈ ഡൈ, ട്രൈ അതിന്റെയൊക്കെ ആൽഫബറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലർക്കും വരാറുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, ഇത് ഡൈ, ട്രൈ, ടെട്ര അങ്ങനെയുള്ളതിനെ ഒന്നും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ കൺസിഡർ ചെയ്യില്ല. ഒരിക്കലും നമ്മൾ ഡൈ, ട്രൈ, ടെട്ര എന്നുള്ളതൊന്നും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യില്ല. ഇപ്പൊ ഡൈ മീഥൈൽ എന്നാണെങ്കിൽ നമ്മൾ ഡൈ മീഥൈൽ ഡി അല്ല കൺസിഡർ ചെയ്യുക, പകരം എം ആണ് അവിടെ കൺസിഡർ ചെയ്യുക ഡൈ മീഥൈൽ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ചില മോളിക്യൂൾസിൽ നമ്മൾ ഐസോപ്രൊപ്പൈൽ അല്ലെങ്കിൽ നിയോപെന്റൈൽ എന്നൊക്കെ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഐസോ, നിയോ എന്നുള്ളത് അവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമ്പറിനെ നമ്മൾ കാണിക്കുന്നത് രണ്ട് ടൈപ്പിലാണ്. ഒന്ന് ഡൈ, ടൈ, ടെട്ര ആ ഒരു പാറ്റേൺ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കേണ്ട കാര്യമില്ല. പകരം ഐസോ അല്ലെങ്കിൽ നിയോ, ടെർഷ്യറി ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പ്രയോറിറ്റി പഠിച്ചു. ദെൻ എങ്ങനെയാണ് നമ്പറിങ്, ഒന്നിലധികം സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന സമയത്ത് നമ്പർ ചെയ്യേണ്ടത് എന്നും നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്ക് ചെയ്യും. ടെർഷ്യറി കൺസിഡർ ചെയ്യും. ടെർഷ്യറി ബ്യൂട്ടൈൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടെർഷ്യറി കൺസിഡർ ചെയ്യും. പകരം ടെട്ര വരുന്ന സമയത്ത് നമ്മൾ അത് കൺസിഡർ ചെയ്യാറില്ല. ഡൈ, ട്രൈ, ടെട്ര അത് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എല്ലാവരുടെ കയ്യിലും പെന്നും പേപ്പറും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ
ക്ലാസ്സിന്റെ കൂടെ തന്നെ സ്വയം നിങ്ങളും കൂടെ ചെയ്തു നോക്കുക, അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോളിക്യൂൾ. അപ്പം ഈ ഒരു മോളിക്യൂളിന് എങ്ങനെയായിരിക്കും പേര് കൊടുക്കുക? നമ്മൾ എപ്പോഴും നെയിമിങ് ചെയ്യുന്ന സമയത്ത് നോക്കുക, സബ്സ്റ്റിറ്റ്യൂവൻസിന് മിനിമം, നമ്മൾ ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ ഒക്കെ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതല്ലേ, മിനിമം നമ്പർ വരുന്നത്, മിനിമം സം വരുന്നത് ഏത് സൈഡിൽ നിന്നാണ്, ഈ ഡയറക്ഷനിലാണോ അതോ ഈ ഡയറക്ഷനിലാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇവിടെ ഈ ഒരു ഡയറക്ഷൻ നമ്പർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1 2 3 4, 4ലാണ് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത്, പിന്നെ 5. അപ്പൊ എനിക്ക് 4,4,5 ഈ 3 പൊസിഷൻ ആയിരിക്കും വരിക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 7 ഇങ്ങനെയാണെങ്കിൽ എനിക്ക് 3,4,4 ഇതായിരിക്കും വരിക. സോ ഈ ഒരു പൊസിഷൻ ആണ് നമ്മൾ, ഈ ഒരു നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു നമ്പറിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ഇവിടെ എനിക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണുള്ളത്, ഒന്ന് 4th കാർബണിലും ഒന്ന് 3rd കാർബണിലും. ഓക്കെ, 3rd കാർബണിൽ ഒരു ഈതൈൽ ഗ്രൂപ്പ് ആണുള്ളത്. 4th കാർബണിൽ വരുന്ന സമയത്ത് ഇവിടെ രണ്ട് മീതൈൽ ഗ്രൂപ്പ് ആണ് ഉള്ളത്. ഓക്കെ, സോ രണ്ട് മീതൈൽ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഡൈ മീതൈൽ എന്ന് പറയണം. ഓക്കെ, പക്ഷെ ഡൈ മീതൈലിൽ ഡൈ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ മീതൈൽ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഈതൈൽ ഉണ്ട്, ഈതൈൽ ഇ, മീതൈൽ എം. സോ ഈതൈലിനാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പ്രിഫറൻസ് വരുന്നത്. സോ 3 ഈതൈൽ 4 4 ഡൈമീതൈൽ ഹെപ്റ്റേൻ. ഇതാണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, എല്ലാവർക്കും അറിയുന്നതും ആയിരിക്കും. എല്ലാവർക്കും ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും നെയിമിങ് കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ മറന്നുപോയ കാര്യങ്ങളുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്കിൽ അടുത്തൊരു മോളിക്യൂൾ നോക്കാം. സെക്കൻഡ്, ഇതിന്റെ പേര് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും. നേരത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, നമ്മള് സബ്സ്റ്റിറ്റ്യൂവൻസിന് ലോവസ്റ്റ് സം ഏത് ഡയറക്ഷനിലാണ് വരുന്നത് ആ ഒരു ഡയറക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ രണ്ട് ഡയറക്ഷൻ നോക്കുന്ന സമയത്തും എനിക്ക് 3rd പൊസിഷനിലാണ് എന്ത് കിട്ടുന്നത്, ഫസ്റ്റ് ഇത് വരിക, സബ്സ്റ്റിറ്റ്യൂവൻസ് വരിക. 1 2 3 4 5 6 7 8 ഈ ഒരു ഡയറക്ഷനിലാണെങ്കിലും 3 6 പൊസിഷനിൽ വരും. ഇനി ഞാൻ തിരിച്ചാണെങ്കിലും 1 2 3 4 5 6 തിരിച്ചാണെങ്കിലും എനിക്ക് 3 6 സെയിം പൊസിഷൻ തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ നമ്പർ ചെയ്യുക? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് പിന്നെ നോക്കേണ്ടത്. സമ്മ് രണ്ടിനും സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് ഉള്ളതെന്നാണ്. ഇവിടെ എനിക്കൊരു ഈതൈൽ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ വരുന്നത് മീതൈൽ ഗ്രൂപ്പാണ്. അപ്പൊ അവിടെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കും. ഇപ്പൊ ലോവസ്റ്റ് വരുന്ന ഇതില്, ആൽഫബറ്റിക്കൽ പ്രിഫറൻസ് കിട്ടുന്നതിൽ ലോവസ്റ്റ് ഏതിനാണോ ആ ഒരു നമ്പർ ആണ് നമ്മൾ അവിടെ കൊടുക്കുക. അപ്പൊ എനിക്ക് ഇ ആണ് ഫസ്റ്റ് വരേണ്ടത്. സോ 3 ഈതൈൽ 6 മീതൈൽ. അങ്ങനെയാണ് പേര് വരിക. ചിലർക്ക് കൺഫ്യൂഷൻ തോന്നാം എന്തുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്പർ ചെയ്തില്ല എന്നുള്ളത്. സമ്മ് രണ്ട് ഡയറക്ഷനിലും സെയിം ആണ് വരിക, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ
ആൽഫബറ്റിക്കൽ ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു 3 ഈഥൈൽ 6 മീഥൈൽ ഒക്ടേൻ. അതെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം. ഇനി സൈക്ലിക് കോമ്പൗണ്ട്സ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൈക്ലിക് കോമ്പൗണ്ടിനെ ആയിരിക്കും എന്ത് പാരന്റ് ചെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട്, ദെൻ വരുന്നത് പ്രൊപ്പൈൽ ഗ്രൂപ്പ് അല്ലെ, 3 കാർബൺ. സോ പ്രൊപ്പൈൽ. സോ മീഥൈൽ എന്ന് പറയുമ്പോൾ എം ആണ് വരിക, പ്രൊപ്പൈൽ പി. പ്രിഫറൻസ് ആർക്ക് കിട്ടും? മീഥൈൽ ഗ്രൂപ്പിനായിരിക്കും പ്രിഫറൻസ് ഉണ്ടാവുക, MnO3 അങ്ങനെയല്ലേ, മീഥൈലിന് പ്രിഫറൻസ് വരും. സോ ഈ ഒരു പൊസിഷന് നമ്മൾ 1 നമ്പർ ചെയ്യും. ഓക്കെ, 1 methyl 3 propyl cyclohexane. 1 methyl 3 propyl cyclohexane. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മോളിക്യൂളിന്റെ IUPAC നെയിം നിങ്ങൾ പറയും. എന്റെ ഡ്രോയിങ്സ് ഒക്കെ വളരെ മോശമാണ്, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു മോളിക്യൂളിലെ നേരത്തെ നമുക്ക് തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് മീഥൈലും പ്രൊപ്പൈലും ആയിരുന്നു. അപ്പൊ എമ്മും പിയും. ഇവിടെ വരുന്ന സമയത്ത് നോക്കൂ, ഇവിടെ നമുക്ക് മീഥൈൽ ഉണ്ട്, അതേപോലെ തന്നെ ഈഥൈൽ ആണുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈഥൈലിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത്, അത് തെറ്റാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ലോവസ്റ്റ് സം ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത്. സോ 1 2 3. ഓക്കെ, നേരത്തെ പോലെ നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് സം എങ്ങനെയാ വരിക? 1 3 3 ആണ് വരിക. സോ 7 ആണ് സം കിട്ടുക. ഇപ്പോഴാണെങ്കിലോ 1 1 3 5 ആണ് സം. സോ ഈ രീതിയിലാണ് നമ്മൾ നമ്പറിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പേരെങ്ങനെ വരും? 3 ethyl 1 1 dimethyl cyclohexane. 3 ethyl 1 1 dimethyl cyclohexane. ക്ലിയർ ആണോ? നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തില് ആൽഫബറ്റിക്കൽ ഓർഡറിന് പ്രിഫറൻസ് കൊടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ 2 രീതിയിലും 2 ഡയറക്ഷനിലും നമ്മൾ നമ്പറിങ് ചെയ്താൽ സെയിം സം തന്നെയാണ് കിട്ടുക. അപ്പൊ ഒരേ സം ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ആൽഫബറ്റിക്കൽ ഇതിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇനി സം ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ലീസ്റ്റ് സം ഏതാണോ ആ ഒരു ഡയറക്ഷനിലാണ് നമ്പറിങ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. ഇത് നിങ്ങൾ പറയൂ.
എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്കിവിടെ OH ഉം മീതൈലും ആണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ പ്രിഫറൻസ് ആർക്കായിരിക്കും? OH ഗ്രൂപ്പിനായിരിക്കും. 1 2 3 4 5 6 7 8. 6 methyl ഒക്ട് 3-ol എന്നും കാണാം, അല്ലെങ്കിൽ ഒക്ടാൻ 3-ol എന്നും കാണാം. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ദെൻ അടുത്തൊരു ചോദ്യം. ഈ ഒരു മോളിക്യൂളിന്റെ IUPAC നെയിം എന്തായിരിക്കും? ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഈ മോളിക്യൂളിൽ ഉള്ളത്. ഒന്ന് ഹാലജൻ ഗ്രൂപ്പ് ബ്രോമിൻ, രണ്ട് ഡബിൾ ബോണ്ട്. അപ്പൊ ബ്രോമിനും ഹാലജനും വരുന്ന സമയത്ത് ആർക്കായിരിക്കും പ്രിഫറൻസ് ഉണ്ടാവുക? ഡബിൾ ബോണ്ടിനായിരിക്കും. അപ്പൊ ഡബിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ ആ ഒരു ഡയറക്ഷനിൽ വേണം നമ്പറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ 1 2 3. ഓക്കെ, 3 ബ്രോമോ, 1 E, 3 ബ്രോമോ പ്രൊപ്പ് 1 A. ഇതാണ് പേരുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം ചെയ്താലോ? ഈ ഒരു മോളിക്യൂളിന്റെ IUPAC നെയിം എന്തായിരിക്കും? മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ ചോദിച്ചാൽ മതി കേട്ടോ. ഒരു മടിയും വിചാരിക്കണ്ട. ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഉള്ളത്. ഒന്ന് ആൽക്കഹോൾ, രണ്ടാമത്തത് കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ആൽക്കഹോളും കീറ്റോണും വരുമ്പോ പ്രിഫറൻസ് ആർക്കായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആൽക്കഹോളിനാണ് മോസ്റ്റ് പ്രിഫറൻസ് വരുന്നത് അക്കോർഡിംഗ് ടു എസ്റ്റേഴ്സ് ആൻഡ് അസൈൽ. ആ ഒരു ഓർഡർ നിങ്ങൾ നോക്കിയാൽ മതി. ആൽക്കഹോൾ അല്ല, ഞാൻ പറഞ്ഞത് മാറിയതാ. കീറ്റോണും ആസിഡും കീറ്റോണും വരുന്ന സമയത്ത് ആസിഡിനാണ് പ്രിഫറൻസ് ഉണ്ടാവുക. ദെൻ കീറ്റോണിനാണ് സെക്കൻഡ് പ്രിഫറൻസ് വരും. സോ നമ്പറിങ് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഇവിടെ ആസിഡ് വരുന്ന സമയത്ത് പലരും തെറ്റിക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ആസിഡിൽ ഒരു കാർബൺ ഉണ്ട്. ഈ കാർബണിനെ പല ആളുകളും നമ്പറിങ് ചെയ്യില്ല. നമ്മൾ ഇവിടെ നിന്ന് നമ്പറിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. അത് നമ്മളെ ആൻസർ തെറ്റിപ്പോവുള്ളൂ. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനിലും അങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മളെ മനഃപൂർവ്വം നെഗറ്റീവ് മാർക്ക് വരുത്താൻ വേണ്ടിയിട്ട് തരുന്നതാണ്. അപ്പോൾ നമ്പറിങ് എപ്പോഴും ആസിഡിന്റെ കാർബണിൽ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, then 5 oxo hexanoic acid. ഹെക്സ് 1 ഓയിക് ആസിഡ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്, ഹെക്സനോയിക് ആസിഡ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം. ഇവിടെയും നമുക്ക് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്ന് ആൽക്കഹോളും മറ്റത് ഡബിൾ ബോണ്ടും.
ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏതിനായിരുന്നു പ്രിഫറൻസ് കൂടുതൽ? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആൽക്കഹോൾ, തയോൾ ആൻഡ് അമീൻ ആർ ഡബിൾ, ട്രിപ്പിൾ ആൻഡ് സിംഗിൾ ഈതേഴ്സ് ഓഫ് ഹാലജൻസ് ആൻഡ് നൈട്രോ കോമ്പൗണ്ട്സ്. അപ്പൊ ആൽക്കഹോളിനാണ് പ്രിഫറൻസ് വരിക ദാൻ ഡബിൾ ബോണ്ട്. ഓക്കെ, സോ ഈ ഡയറക്ഷനിലാണ് നമ്മൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 2 3 4 5. So pent, 4 in 2 all. Pent 4 in 2 all. ആൽക്കഹോളും ഡബിൾ ബോണ്ടും വരുന്ന സമയത്ത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആൽക്കഹോളിനാണ്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ, ഓക്കെ. ഇനി ഇതാണ് നമ്മൾ നോർമൽ മോളിക്യൂൾസിൽ കാണുന്ന IUPAC നോമൻക്ലേച്ചർ. ഇനി നമ്മൾ നോക്കേണ്ടത് ബൈസൈക്ലിക് കോമ്പൗണ്ട്സ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ബൈസൈക്ലിക് കോമ്പൗണ്ട്സിൽ എങ്ങനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ, IUPAC നോമൻക്ലേച്ചർ ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ബൈസൈക്ലിക് സിസ്റ്റത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ബൈസൈക്ലിക് സിസ്റ്റംസ് നമ്മൾ കാണാറുണ്ട്. ഒന്ന് ബ്രിഡ്ജ്ഡ് സിസ്റ്റം കാണാറുണ്ട്. അതേപോലെ തന്നെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് കാണാറുണ്ട്. ഇപ്പൊ ബ്രിഡ്ജ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് ബ്രിഡ്ജ് ഫോർമേഷൻ ചെയ്യുന്നത്. ഇനി ഫ്യൂസ്ഡ് എന്ന് പറയുമ്പം ഒരു സൈക്ലോഹെക്സെയിനും ഒരു സൈക്ലോബ്യൂട്ടൈനും കൂടെ ഫ്യൂസ് ചെയ്യും. അവിടെ ബ്രിഡ്ജ് ഫോം ചെയ്യുന്നില്ല, പകരം ഒരു ഫ്യൂഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഈ രണ്ട് ടൈപ്പിലും ബൈസൈക്ലിക് സിസ്റ്റംസ് നമുക്ക് കാണാറുണ്ട്. രണ്ടിലും നമുക്ക് നോമൻക്ലേച്ചർ ചോദിക്കാറുണ്ട്. ഓക്കെ, കൂടുതലും ബ്രിഡ്ജിലാണ് ചോദിക്കാറുള്ളത്, ബട്ട് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാല്, ബൈസൈക്ലിക് സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് റൂൾ എന്ത് വെച്ചാല്, റിംഗ് ആണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. റിങ്ങിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. റിംഗ് ഈസ് കീ. എപ്പോഴും നമ്മൾ റിങ്ങിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നോ ഷോർട്ട് കട്ട്സ്. നോ ഷോർട്ട് കട്ട്സ്. ഇതെങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ബ്രിഡ്ജഡ് സിസ്റ്റം എഴുതുന്ന സമയത്ത് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റില് പാരാന്തസിസിൽ നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എഴുതുക ബ്രിഡ്ജ് ഹെഡിന്റെ ഇടയിൽ നമ്പർ ഓഫ് ആറ്റംസ് ബിറ്റ്വീൻ ബ്രിഡ്ജ് ഹെഡിന്റെ ഇടയിൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൽ എഴുതുക. അതും നമ്മൾ അതിനെ ഡിക്രീസിങ് ഓർഡറിലാണ് എഴുതുക. അത് നോട്ട് ചെയ്ത് വെക്കണം. ഡിക്രീസിങ് ഓർഡർ, എപ്പോഴും ഡിക്രീസിങ് ഓർഡറിലാണ് എഴുതുക. നിങ്ങൾക്ക് ഇപ്പോ 3 4 0 എന്നീ പാരാന്തസിസിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റായിരിക്കും. ഓക്കെ, ഈ ഒരു നോമൻക്ലേച്ചർ ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണെങ്കിലും ഈ ഒരു ഓർഡറിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കുക, IUPAC നോമൻക്ലേച്ചർ ബ്രിഡ്ജ് സിസ്റ്റത്തിലാണെങ്കിൽ പാരാന്തസിസിൽ ബ്രിഡ്ജ് ഹെഡിന്റെ ബിറ്റ്വീൻ ഉള്ള ആറ്റംസിനെ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ 3 റൂൾസ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ചേർക്കാം. നാലാമതൊരു പോയിന്റ് ആയിട്ടും കൂടെ എഴുതിയാൽ മതി. നമ്മള് ചില സമയത്ത് ബ്രിഡ്ജ് ഹെഡിൽ കാർബൺ അല്ലാത്ത ആറ്റംസ് വരും. ഓക്കെ, നിങ്ങൾ ബോറോൺ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ,
BBN ഒക്കെ ആ കോമ്പൗണ്ട്സ് ഒക്കെ ഇല്ലേ. അപ്പൊ ബോറോൺ അങ്ങനെയുള്ള ആറ്റംസും കാർബൺ അല്ലാത്ത ആറ്റംസും ബ്രിഡ്ജ് ഹെഡിൽ വരാം. സോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ആറ്റത്തെയും കൗണ്ട് ചെയ്യണം. കൗണ്ട് എവ്രി ആറ്റം എക്സെപ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒഴികെയുള്ള എല്ലാ ആറ്റത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, കാർബൺ അല്ല എന്ന് കരുതി ഒരാളെയും വിട്ടുപോകരുത്. ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഓർഡർ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ഇതിന്റെ പേര് വരിക എന്നുള്ളത്. സോ ഇതിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റുവൻസിന്റെ പേര് എഴുതും, സബ്സ്റ്റുവൻസ്. ദെൻ അതിന്റെ കൂടെ നമ്മൾ ബൈസൈക്ലോ എന്നുകൂടെ ചേർക്കും, ബൈസൈക്ലോ. ഓക്കെ, ദെൻ പാരാന്തസിസ് കൊടുക്കും. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രിഡ്ജ് ഹെഡിന് ചുറ്റുമുള്ള എക്രോസ് ആയിട്ടുള്ള ആറ്റംസിനെ ഡിക്രീസിങ് ഓർഡറിൽ മെൻഷൻ ചെയ്യും. ദെൻ വേർഡ് റൂട്ട്. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ്. ചിലതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും, ചിലതിൽ ആബ്സെന്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ അത് നമ്മൾ സഫിക്സ് ആയിട്ടാണ് ചേർക്കുക. ഓക്കെ, ഈ ഒരു റൂൾസ് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ബ്രിഡ്ജ് സിസ്റ്റം ആണോ ഫ്യൂസ്ഡ് സിസ്റ്റം ആണോ? ഫ്യൂസ്ഡ് സിസ്റ്റം ആണ്, ബ്രിഡ്ജ് അല്ല, ഫ്യൂസ്ഡ് സിസ്റ്റം ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് റിങ്സ് ആണുള്ളത്, സൈക്ലോ ഹെക്സെയിനും അതേപോലെ തന്നെ സൈക്ലോ ബ്യൂട്ടൈനും ആണ് ഉള്ളത്. സോ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കുന്നത് എക്രോസ് ഈ രണ്ട് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ഈ രണ്ട് കാർബൺ ആണ്. ഇവിടെ നമുക്ക് രണ്ട് എന്തുണ്ട്, ഒന്നുകിൽ നമുക്ക് ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യാം. രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇതിൽ നമ്മൾ പറഞ്ഞു റിംഗ് ഈസ് കിങ്. അപ്പൊ ഏറ്റവും വലിയ റിംഗ് ഏതാണോ ആ ഇതിലാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, ആ ഡയറക്ഷനിലാണ് നമ്മൾ നമ്പറിങ് കൊടുക്കേണ്ടത്. സോ 1 2 3 4 5 6 7 8 ഈ രീതിയിലായിരിക്കും നമ്പറിങ് വരിക. ഇവിടെ സബ്സ്റ്റുവൻസ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സബ്സ്റ്റുവന്റിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ബൈസൈക്ലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബൈസൈക്ലോ, ദെൻ പാരാന്തസിസ് കൊടുക്കുക. ഈ രണ്ട് പോയിന്റ്സ് ആണ് ഫ്യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജംഗ്ഷൻ ആയിട്ട് വരുന്നത് ഈ രണ്ട് പോയിന്റ് ആണ്. അപ്പൊ അതിന് ചുറ്റും എത്ര കാർബൺ, എക്രോസ് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 1 2 3 4 4 കാർബൺ ആണ് ആ ഒരു ഡയറക്ഷനിലുള്ളത്. ഈ ഭാഗത്തേക്കാണെങ്കിൽ 1 2. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിക്രീസിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. സോ 4 2, ദെൻ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ കാർബൺ ഉണ്ടോ? ഇല്ല. സോ നമ്മൾ 0, 4 2 0. ദെൻ ടോട്ടൽ 8 കാർബൺ ആണുള്ളത്. അപ്പൊ വേർഡ് റൂട്ട് എന്തായിരിക്കും? ഒക്റ്റ് ആയിരിക്കും. 8 എന്ന് പറയുമ്പോൾ ഒക്റ്റ്. ദെൻ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. സോ ഒക്ടെയിൻ. സോ ബൈസൈക്ലോ 420 ഒക്ടെയിൻ എന്നാണ് ഇതിന്റെ IUPAC നെയിം വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്തായിരിക്കും? നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നേരത്തെ നമുക്ക് രണ്ട് ഡിഫറെന്റ് റിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ രണ്ടും സെയിം റിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ബൈസൈക്ലോ, ഇതാണ് എന്റെ ബ്രിഡ്ജ് വരുന്നത്. 1 2 3
4, 5. ഓക്കെ, സോ ബ്രിഡ്ജിന് ചുറ്റും ഈ ഡയറക്ഷനിലാണെങ്കിൽ 2 കാർബൺ, ഇവിടെയും 2 കാർബൺ. ഇൻ ബിറ്റ്വീൻ കാർബൺസ് ഒന്നും ഇല്ല, സോ 0. ദെൻ ടോട്ടൽ 6 കാർബൺ ആണുള്ളത്, സോ ഹെക്സേൻ. ബൈസൈക്ലോ 220 ഹെക്സേൻ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? യെസ്, ബൈസൈക്ലോ 220 ഹെക്സേൻ. അങ്ങനെയാണ് പേര് വരിക. ഇനി അടുത്തൊരു ചോദ്യം. ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ എല്ലാത്തിലും പഠിക്കുന്നതാ. ഒരുപാട് തവണ നിങ്ങൾ വരച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും. ഇതിന്റെ പേരെന്താ വരിക? ഈ ഒരു മോളിക്യൂളിന്റെ IUPAC നെയിം എന്തായിരിക്കും വരിക? സോ നേരത്തേതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ നോക്കേണ്ടത്, ഇവിടെ നമുക്കൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 2 സൈഡിലേക്കും നമ്പർ ചെയ്താലും ഈക്വൽ ആയിട്ടാ വരിക. ഇവിടേക്കും നമ്പർ ചെയ്താലും ഇവിടേക്ക് നമ്പർ ചെയ്താലും ഒരേപോലെയാ വരിക. ഫങ്ഷണൽ ഗ്രൂപ്പിന് കുറച്ചുകൂടെ പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യും. 5, 6, then 7. ഇങ്ങനെയാണ് നമ്പറിംഗ് വരിക. ഓക്കെ, 1, 2, 3, 4, 5, 6 and 7. സോ ഫസ്റ്റ് തന്നെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുമില്ല, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ബൈസൈക്ലോ. ദെൻ ഈ ഒരു ഡയറക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ 1, 2. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഈ ഡയറക്ഷനിൽ നമുക്ക് 1, 2. ഇവിടെയും എന്താണ്? 1, 2. ദെൻ ഇൻ ബിറ്റ്വീൻ, നേരത്തെ ഒക്കെ ഇൻ ബിറ്റ്വീനിൽ 0 ആയിരുന്നു, പക്ഷെ ഇവിടെ എന്താണ്? ഇൻ ബിറ്റ്വീൻ ഒരു കാർബൺ ഉണ്ട്. സോ 2, 2, 1 ഹെപ്റ്റ് 2E. ഇങ്ങനെയാണ് പേര്. ബൈസൈക്ലോ 221 ഹെപ്റ്റ് 2E. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ഒരു സിസ്റ്റം തൊട്ട് മുന്നത്തെ ചോദ്യവും ഈ ചോദ്യവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യാസം വരുന്നത് ഒരു കാർബണിലാണ്. ഇവിടെ ഈ ഒരു ഡയറക്ഷനിൽ 2 കാർബണേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരുന്ന സമയത്ത് എന്തായി? 3 കാർബൺ ആയി. ഒരു കാർബൺ കൂടെ എക്സ്ട്രാ വന്നു. അതാണ് ഡിഫറൻസ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിൽ നമ്പറിങ് ചെയ്യും? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സോ നമ്മൾ വിചാരിക്കും ഡബിൾ ബോണ്ടിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കണം, ആ ഡയറക്ഷനിൽ നമ്പറിങ് ചെയ്യാമെന്ന്. പക്ഷേ അത് തെറ്റാണ്. നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താ? റിംഗ് ഈസ് കിങ്. എപ്പോഴും റിങ്ങിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് എത്ര വലിയ റിംഗ് ആണെങ്കിൽ കൂടെ റിങ്ങിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുത്തത് എന്താന്ന് വെച്ചാൽ 2 സൈഡിലും നമുക്ക് എന്താണ്? റിങ് സെയിം ആയിരുന്നു. രണ്ടും 2 കാർബൺ ആണ് വരുന്നത്. അപ്പൊ സെയിം വന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുത്തത്. ഇത്തവണ നമ്പറിങ് ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5, 6, 7, 8 ഈ രീതിയിലാണ് നമ്മൾ നമ്പറിങ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബൈസൈക്ലോ 3, 2, 1 3, 2, 1 ഒക്ട് 6E. ഇങ്ങനെയാണ് പേര് വരുന്നത്.
ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്ന ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. ഈ ഒരു മോളിക്യൂളിന്റെ IUPAC നെയിം എന്തായിരിക്കും? ആദ്യം നമ്മൾ ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തു, ഇതാണ് ജംഗ്ഷൻ. ദെൻ ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ റിംഗ് ഈസ് കിങ്. അപ്പൊ റിങ്ങിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്പറിങ് ഏതിലൂടെ വന്നു? 1 2 3 4 5 6 7 8. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്പറിങ് വരുന്നത്. ഇനി നമ്മൾ പേര് എഴുതുന്ന സമയത്ത് അതിന്റെ ഒരു ഓർഡർ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂന്റ് പറയും, ദെൻ ബൈസൈക്ലോ, പാരാന്തസിസിൽ അതിന്റെ നമ്പേഴ്സ്, ദെൻ വേർഡ് റൂട്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. സോ 8 ക്ലോറോ, 5 cyclo, then parenthesis 1 2 3 4 4, 2, 0 of 2. ക്ലിയർ ആണോ? ഈ ഒരു ചോദ്യം ക്ലിയർ ആണോ? ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. കാർബൺ ആറ്റം അല്ലാത്തത് വേറെ ഏതെങ്കിലും ആറ്റങ്ങളുണ്ടോ? ഈ ഒരു സിസ്റ്റം ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ ആറ്റം അല്ലാത്ത എല്ലാ ആറ്റംസിനെയും നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ബോറോണിനെയും നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. സോ നമ്പറിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. രണ്ട് ഡയറക്ഷനിലും ഈക്വൽ നമ്പർ ആണ് റിങ്ങിന് വരുന്നത്. സോ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കൊടുക്കാം. 5 6 7 8 9. So 1 bora, 5 cyclo, 10 3 3 1 3 3 1. 9 കാർബൺ ആണുള്ളത്. സോ നോർമൽ. ഇതാണ് പേര്. ക്ലിയർ ആണോ? പോയിന്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് കാർബൺ ആറ്റവും അതിന്റെ കൂടെ തന്നെ ഹൈഡ്രജൻ അല്ലാത്ത എല്ലാ ആറ്റംസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഈ ഒരു ചോദ്യം നോക്കാം. കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. CSIR 2017 ജൂൺ 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ABCD. ആൻസർ ചാറ്റ് ബോക്സിൽ പറഞ്ഞു.
നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ചോദിച്ചത്. പേര് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ചാറ്റ് ബോക്സിൽ പറയും. ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾ നമ്പർ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും എന്താ പറയാ, സെയിം, രണ്ട് സൈഡിലും റിംഗ് സൈസ് സെയിം ആണ്. അപ്പൊ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. പിന്നെ രണ്ടാമത്തെ കാര്യം, കാർബൺ അല്ലാത്ത, അല്ലെങ്കിൽ കാർബൺ അല്ലാത്തല്ല, ഹൈഡ്രജൻ അല്ലാത്ത എല്ലാ ആറ്റംസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ എക്സാമിന്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ എപ്പോഴും പറയാ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക എങ്ങനെയാന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോ 4 ഓപ്ഷനും ചെയ്തു നോക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. ചോദ്യം നിങ്ങൾ സോൾവ് ചെയ്യണം, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് തെറ്റാന്ന് തോന്നുന്ന ഉത്തരങ്ങൾ ആദ്യം തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും, ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു ഈ ഒരു ബ്രാക്കറ്റിൽ വരിക എന്താണ്, ബ്രിഡ്ജിന് ചുറ്റുമുള്ള, അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷന് ചുറ്റുമുള്ള നമ്പർ ഓഫ് കാർബൺസ് ആണ്. അത് നമുക്ക് കൗണ്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. സോ ഇവിടെ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ 1 2 3, ദെൻ ഇവിടെ ആണെങ്കിൽ 1 2 3, ദെൻ ഒരു ബോറോൺ. നമ്മൾ പറഞ്ഞു കാർബൺ അല്ലാത്ത എല്ലാത്തിനെയും കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. സോ എന്താണെങ്കിലും ഈ ഒരു ബ്രാക്കറ്റിൽ നമുക്ക് 3 3 1 ആയിരിക്കും വരിക, അതിൽ സംശയമില്ലല്ലോ. 3 3 1 ആണ് വരിക. സോ നമ്മുടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താ, 3 3 0 ആണ് ഈ രണ്ട് ഓപ്ഷൻസിലുള്ളത്. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് രണ്ടും അല്ലാന്ന് വന്നു. ഇനി അടുത്ത ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസും കമ്പയർ ചെയ്യാണ്, ബാക്കിയുള്ള എയും ബിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ വ്യത്യാസം വരുന്നത് ഒന്ന് 9 ബോറോ ബൈസൈക്ലോ ആണ്, ഒന്ന് 1 ബോറോ ബൈസൈക്ലോ ആണ്. ബാക്കിയൊക്കെ എന്താണ്, സെയിം കാര്യമാണ് വന്നിട്ടുള്ളത് അല്ലെ. ഒന്ന് 9 ബോറോ ആണ്, മറ്റേത് 1 ബോറോ ആണ്. അപ്പൊ നമ്മൾ നമ്പറിങ് കൊടുക്കുക എങ്ങനെയാണ്, 1 2 3 4 5 6 7 8 9. ഈ ഒരു ബ്രിഡ്ജിൽ വരുന്ന ആൾക്ക് നമ്മൾ എപ്പോഴും ലാസ്റ്റ് അല്ലേ നമ്പർ കൊടുക്കുക, റിങ്ങിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ 9th പൊസിഷനിലാണ് ബോറോൺ വരുന്നത്. സോ 9 ബോറോ ബൈസൈക്ലോ 3 3 1 നോൺ. നിങ്ങൾക്ക് CSIR 2 മാർക്ക് ഒറ്റയടിക്ക് കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ചോദ്യം. ഇനി ഇത് 2023 റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കും. 2023 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഓപ്ഷൻസ് എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ മോളിക്യൂള് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. സ്ക്രീൻഷോട്ട് ഒക്കെ നോക്കണേ, പിന്നെ ഫോണിലൊക്കെ ഒരുപാട് സ്ക്രീൻഷോട്ട് നിറഞ്ഞു കിടക്കുമായിരിക്കും. അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രയോറിറ്റി ഓർഡറിന്, ആ ഒരു ഓർഡർ അറിയാമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, നോട്ട് ചെയ്തല്ലോ. അടുത്തൊരു ഒരു ചോദ്യം കൂടെ ഞാൻ തരാം. ദേ, ഈ ഒരു ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മള് IUPAC നോമൻക്ലേച്ചർ കുറെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പം റീസെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുക. ഇൻ ബിറ്റ്വീൻ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അധികം ചോദ്യമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ വരുന്ന എല്ലാ എക്സാംസിനും IUPAC നോമൻക്ലേച്ചർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു മോളിക്യൂളും നോട്ട് ചെയ്ത് വെക്കും. ഇത് 2014 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഇതിലും പുറമെ വേറെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചോദ്യം കൂടെ നോട്ട് ചെയ്ത് വെക്കും. ബേസിക് ആയിട്ട് IUPAC നോമൻക്ലേച്ചറിന്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രാക്ടീസ് ആണ്. മാക്സിമം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്കിത് പോളിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ സെറ്റ് നോമൻക്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് സിസ് ട്രാൻസ് ആ ഒരു നോമൻക്ലേച്ചർ വരുന്നത്. പിന്നെ അതിന് പുറമെ പിന്നെ വരുന്നതാണ് ട്രൈസൈക്ലിക് സിസ്റ്റം. നമ്മൾ ബൈസൈക്ലിക് വരെ പറഞ്ഞു. ഇനി അത് അടുത്ത സ്റ്റെപ്പിൽ ട്രൈസൈക്ലിക് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കുറച്ചുകൂടെ പ്രോബ്ലംസും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് ക്ലാസ് വരുന്നത് അടുത്ത മൺഡേ ആണ് നെക്സ്റ്റ് ക്ലാസ് വരുന്നത്.